നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം മൂലം മരണമടഞ്ഞ എല്ലാ ഹതഭാഗ്യർക്കും എൻ്റെയും എൻ്റെ പാർട്ടിയും ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, അതുപോലെ സുഡാനിൽ മണ്ണിടിഞ്ഞ് വീണ് കുറേയധികം ആൾക്കാർ മരിച്ചു കേൾക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കും എൻ്റെ ഈ പാർട്ടിയുടെയും ആദരാഞ്ജലികൾ. ബഹുമാന്യ മുഖ്യമന്ത്രി പിണറായി സഖാവിൻ്റെ 46ാമത് വിവാഹ വാർഷിക ദിനമായ ഇന്ന് അത് ആഘോഷിക്കുന്ന അദ്ദേഹത്തെ കുടുംബത്തിനും കുടുംബത്തും ഞാനും എൻ്റെ പാർട്ടിയും ആശംസകൾ നേരുന്നു. ബഹുമാന്യരെ, ഒരു കാര്യം പറഞ്ഞ് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഒന്ന്, ഇന്ന് ഒരാൾ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ മുസ്ലിം ലീഗിനോട് ഇത്ര ദേഷ്യം, വൈരാഗ്യം? നിങ്ങൾ പീഡിപ്പിക്കാരനാണോ? നിങ്ങൾ സുഡാപ്പിയാണോ? എന്തൊക്കെ നിങ്ങൾ? എനിക്ക് മുസ്ലിം ലീഗിനോട് എനിക്കും എൻ്റെ പാർട്ടി ഒരു വെറുപ്പുമില്ല, ഒരു ഇഷ്ടക്കുറവില്ല, ഒരു അസൂയയില്ല. പക്ഷേ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ വളർന്ന് പന്തലിച്ച് പോകുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടി തകർന്ന് ചുരുങ്ങി പോവാണ്. അത് ഏതാണ്ട് ഒരു പ്രധാന കാരണം ആ ജാതി പേര് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. മുസ്ലിം എന്ന ജാതി പേര് ഉപയോഗിക്കുന്നത്. മുസ്ലിം എന്ന ജാതി പേര് ഉപയോഗിക്കാതെ ദേശീയ ധാരയിൽ നിന്നുകൊണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പാർട്ടികളുടെ സാധ്യത അന്നുകൊണ്ട് ഇന്നുണ്ട്. ഇതിപ്പോൾ എന്താണ് 77 വർഷം കഴിഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് തീർന്നില്ലേ? ഒന്നുമില്ലാത്ത സതീഷിനായാലും രമേശിനൊക്കെ വാലായി നിൽക്കണ്ടേ? അവിടെ അഭിമാനവും ആത്മാഭിമാനവും ഉള്ളവർക്കും അല്പമൊക്കെ സമുദായ സ്നേഹമുള്ളവർക്കും നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അത് വലിയ കുറ്റമായിട്ട് കാണും. കാരണം എൻ്റെ ഒരു അളിയനുണ്ടായിരുന്നു, അദ്ദേഹം മിടുക്കനാണ്, നല്ല ബുദ്ധിയുള്ള പയ്യൻ. അദ്ദേഹം ഡോക്ടറാണ്, പിന്നെ കോഴിക്കോട് വർക്ക് ചെയ്യുന്നു, അനസ്തിസ്റ്റിലാണ്, നല്ല പേരും പെരുമയാണ്. അപ്പം അദ്ദേഹം ചെറുപ്പകാലത്ത് തൻ്റെ അനീതിയുള്ള പെൺകുട്ടികളെ ചില തെറ്റുകൾക്ക് കുറച്ച് കൂടുതൽ ശിക്ഷിക്കും. അത് അച്ഛനും അമ്മയിലും വാപ്പാക്കുമ്മക്ക് അത് ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അവരുടെ ദൃഷ്ടിയിൽ അതൊന്നും വലിയ തെറ്റല്ല. പക്ഷെ അളിയൻ്റെ ദൃഷ്ടിയിൽ അവൻ ബുദ്ധി ഐക്യു കൂടുതലായതുകൊണ്ട് അത് വലിയ തെറ്റായിട്ട് കാണുന്നത്. അതാണ് പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ മുസ്ലിം ലീഗ് കാണിക്കുന്നത് മണ്ടത്തരാണെന്ന്. അതാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് മുസ്ലിം ലീഗ് മാത്രം ആരുടെ എതിർപ്പില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം. വേറൊരു ചർച്ച വന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ജാതി സെൻസസിന് എതിരെ നിന്നുകൊണ്ട് സാമ്പത്തിക സവരണം വേണമെന്നുള്ള പ്രസ്ഥാനമായിട്ട് യോജിക്കാൻ പറഞ്ഞു. ഞങ്ങൾ വിശാലമായി ചർച്ച ചെയ്ത് നമുക്ക് യോജിക്കാൻ പറ്റില്ല. കാരണം ജാതി സെൻസസ് മുസ്ലിങ്ങളുടെ കാര്യമല്ല. അപ്പോൾ ഒന്ന് ഒരാൾ ചോദിച്ചു, നിങ്ങൾ മുസ്ലിം ആണോ, മുസ്ലിമാരുണ്ടാണോ? അങ്ങനെ പറയുന്നത്. എടോ, മുസ്ലിങ്ങളുടെ കാര്യമല്ല ജാതി സെൻസസ് എന്നുള്ളത്. അത് ജാതി സെൻസസ് നടത്തി ഇത്രയും കാലം സംവരണം കൊടുത്തിട്ട് അവർക്കെല്ലാം ആനുപാതികമായി സംവരണം തെളിയിച്ചാൽ പിന്നെ സംവരണം തന്നെ വേണ്ടതേ. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ഞങ്ങളെ പോലെ പറഞ്ഞത്. കാരണം 88% വരുന്ന പിന്നോക്കത്തിൽ ന്യൂനപക്ഷ ജനത അതാണ് ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ പാർട്ടിയുടെ ജനതാദളം, ആ പാർട്ടി VPC കൊണ്ട് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചൊരു വ്യക്തി. അദ്ദേഹം സവർണായതല്ലേ, എന്നാൽ രാജകുടുംബം ജനിച്ചല്ലേ. അപ്പോൾ അതുകൊണ്ട് മുസ്ലിമായി മൊയ്തീൻ ഷാ അതുകൊണ്ട് പറയുന്നതല്ല. അതൊരു നീതിയുണ്ട്, തത്വമാണ്. ആ തത്വത്തിൻ്റെ പേരിൽ നിൽക്കുകയാണ്, അല്ല ആരും ഇഷ്ടപ്പെട്ടായിട്ടല്ല. അങ്ങനെ പറയട്ടെ. പിന്നെ ഈ മുസ്ലിം ലീഗ് മറ്റുള്ളവർ മനസ്സിലാക്കേണ്ടത്, എന്നോട് പലരും ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നത്? മുസ്ലിങ്ങൾക്ക് വാദിക്കുന്നതല്ല എൻ്റെ പണി, എൻ്റെ പാർട്ടി പണി. പക്ഷെ സാമൂഹ്യ നീതിയെ, സോഷ്യൽ ജസ്റ്റിസ്, അത് നോക്കുമ്പോൾ എല്ലാവർക്കും തുല്യത ലഭിക്കണ്ടേ? ഒന്നോ രണ്ടോ സമുദായങ്ങൾക്ക് വലിയ ആനുകൂല്യങ്ങൾ, 12 സമുദായങ്ങൾക്ക്, പ്രത്യേകിച്ച് ഒരു പ്രബലമായ സമുദായത്തിൽ വളരെ കുറവ്. ഇതൊക്കെ പറയുമ്പോൾ സാമൂഹ്യ നീതിയില്ല, അതിനു വേണ്ടിയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ. രാഹുൽ ഗാന്ധി ഇവിടെ വോട്ടധികാര യാത്ര കഴിഞ്ഞ ദിവസം സമാപിച്ചു. തെറ്റില്ലാത്തൊരു വിഷയമാണ്. അതിനുവേണ്ടി ഞങ്ങൾ എറണാകുളത്ത് യോഗം കൂടി, അടുത്ത മാസം വലിയ വിപുലമായി യോഗം കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ അതിനോട് പുകഴ്ത്താണ്. ഞങ്ങൾ മാത്രമല്ല, ഇപ്പോൾ സലീം, CPM സെക്രട്ടറി MB സലീം
MP, പിന്നെ ആനി രാജ പോലെ എല്ലാവരും അത് സപ്പോർട്ട് ചെയ്യണം. അത് കാലഘട്ടത്തിന് അനിവാര്യതയാണ്. പക്ഷെ ആ സപ്പോർട്ട് ചെയ്ത ആ യോഗത്തിലും 20% വരുന്ന ഈ ഒരു ന്യൂനപക്ഷ സമുദായമാണ് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിം രാജ്യം ഇന്ത്യ തന്നെയാണ്. ഇന്തോനേഷ്യ എന്ന് പറയുന്നത് അത് യഥാർത്ഥ കണക്കല്ല. യഥാർത്ഥ കണക്ക് നോക്കുമ്പോൾ അതേക്കാൾ വളരെ കുറച്ചുകൂടി കൂടുതലുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അത് കണക്ക് സെൻസ് എടുത്താൽ അറിയുള്ളൂ. അവരിപ്പോൾ 2ാം സ്ഥാനം നിൽക്കുകയാണ്. അതാണ് ഗൾഫുകാർ പറഞ്ഞത്. മുസ്ലിം സംസ്ഥാനത്ത് 2ാം സ്ഥാനമുള്ള ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന വിവേചനം ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല, അപ്പോൾ ഞങ്ങൾക്ക് എതിർക്കേണ്ടി വരുമെന്ന് ഗൾഫ് അറബികൾ മോഡിജിയുടെ ഗ്രൂപ്പുകളും ശക്തമായിട്ട് പറഞ്ഞതിന് കൂടി ഭാഗമാണ്. ഇപ്പോൾ മുസ്ലിങ്ങളെ അധികം എതിർക്കുന്നില്ല എന്നാണ് പുതിയൊരു ലേറ്റസ്റ്റ് ഇത് വരുന്നത്. അതെന്തുമാത്രം ശരിയെന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ശരിയാണ്. അങ്ങനെ വരുമ്പോൾ 20% ഈ ഭാഗത്ത് ഈ രാഹുൽ ഗാന്ധി നയിക്കുന്ന ആ ജാഥയിൽ ഒരാളിലെങ്കിലും പേര് പറയാനുണ്ടോ? ഒരു ഉന്നതട്ട് 2ാമത്തെയോ 3ാമത്തെയോ? ഇപ്പം അഖിലേഷ് യാദവ്, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ വർഗീയമായി ചിന്തിക്കരുത്. സത്യത്തോടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ഇന്ത്യയിൽ 7-8% അത് ബീഹാറിലും UP-യിലും ഒക്കെ ശക്തമായി നിൽക്കാനല്ലേ മുഖ്യമന്ത്രിയായിട്ട്, മല പോലെ. ബഹുജൻ സമാജ് പാർട്ടിയുടെ കാൻഷർ നയിക്കുന്ന മായാവതി മുഖ്യമന്ത്രിയായ പാർട്ടി, അതും 10-20% ഇന്ത്യയിൽ. അവർ 4 പ്രാവശ്യം ബീഹാർ മുഖ്യമന്ത്രി, UP-യിലെ മുഖ്യമന്ത്രിയല്ലേ. UP മുഖ്യമന്ത്രി സമം ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇപ്പോൾ കേരളത്തിൽ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സമം സംസ്ഥാന പ്രസിഡന്റ് എന്നാണ്. അങ്ങനെ ഓരോരുത്തരും വളരെ കുറച്ച് മാത്രമുള്ള ചില. പക്ഷേ 20% മുസ്ലിങ്ങളിൽ ഒരാളെയും നിങ്ങൾക്ക് രംഗത്ത് കാണിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് നിങ്ങൾ ചോദിക്കുന്നത്. എല്ലാവർക്കും തുല്യനീതി വേണ്ടേ? തുല്യനീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അല്ല ജാതിക്ക് വേണ്ടിയല്ല. പക്ഷെ പരസ്യമായിട്ട് ഇങ്ങനൊരു അവഹേളനവും വിവേചനവും കാണുമ്പോഴേ ബുദ്ധിയുള്ളവർ, ഞാൻ അളിയൻ്റെ കാര്യം, ബുദ്ധിയുള്ളവർ പ്രതികരിച്ചു പോവും. അങ്ങനെയുള്ളതുകൊണ്ട് ഞങ്ങൾ പ്രതികരിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് മിണ്ടായിരിക്കാം. ഏതിലും ഒരു നേതാവ് എന്നോട് ചോദിച്ചു, നിങ്ങൾ വല്ല മുന്നിൽ നിന്ന് വല്ല പഞ്ചായത്തോ അല്ലെങ്കിൽ ഒരു MLA ഒക്കെ നോക്കിയോ, നിങ്ങളിന്ന് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി, പിന്നോക്കിന് വേണ്ടി, സമൂഹത്തിലെ പാവപ്പെട്ടവർ ബാധിക്കുന്നത്? അത് മണ്ടത്തല്ലേ? അപ്പം ഞാൻ പറഞ്ഞു അത് ശരിയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച്, എൻ്റെ പാർട്ടി സംബന്ധിച്ച് എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി ആനുകൂല്യപ്പെടുന്ന ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്വതന്ത്രമായി നിൽക്കുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഏതിൽ മുന്നണിച്ചല്, എന്നിട്ട് അവർ പറയുന്നത് 100% അംഗീകരിക്കുക, എതിർ മുന്നണി പറയുന്നത് 100% എതിർക്ക്. അപ്പോൾ നിങ്ങൾക്ക് MLA, MP-യോ മന്ത്രിയോ അല്ലെങ്കിൽ കൗൺസിലൊക്കെ ആകാം. അത് നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് അധികാര രാഷ്ട്രീയമാണ് ആവശ്യം. ഞങ്ങൾക്കത് ആവശ്യമില്ല. കാരണം 40 വർഷം ഈ അന്തോണി ഡൽഹി പോയിരുന്നത് BJP-യുടെ കയ്യിലേക്ക് അധികാരം വാങ്ങിച്ചു കൊടുത്തു. ആലോചിക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 2ാം സ്ഥാനത്ത് 40ഓളം വർഷം, ഇന്ദിരാഗാന്ധി ശേഷം സോണിയാഗാന്ധി കൂടെ 40ഓളം വർഷം വടക്കേ ഇന്ത്യയിൽ പോയത് 2ാം സ്ഥാനം. അപ്പോൾ ആ സ്ഥാനങ്ങളിപ്പോൾ നല്ല വേണുഗോപാൽ നിൽക്കുന്നത്. എന്നിട്ട് ഈ അന്തോണി ഈ പാർട്ടി BJP-യുടെ കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച്, അല്ലെങ്കിൽ പിന്നെ അനൗപചാരികമല്ലെങ്കിലും അല്ലെങ്കിലും അനൗപചാരികമായിട്ട് BJP-കളെ സപ്പോർട്ട് അതിനെ ജയിക്കാൻ വേണ്ടി സാധ്യത ഉണ്ടായി കൊടുത്തില്ലേ? അത് മണ്ടനല്ലേ? ഇയാൾക്ക് എന്തായിരുന്നു പണി? എന്തായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തലപ്പത്ത് 40 വർഷം ഇരുന്നിട്ട് ഈ പാർട്ടിയെ 2 പ്രാവശ്യം ഭരണം കിട്ടിയപ്പോൾ അത് നിലനിർത്താനുള്ള കാര്യം, അതിൽ അഴിമതി ആരോപണമൊക്കെ വന്നപ്പോഴേ അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ നോക്കി. ഇയാൾ മിണ്ടാതെ ആനുകൂല്യം പറ്റി. ഈ മനുഷ്യൻ RSS അത് വാക്കി വെച്ചിട്ടില്ല. ഭരിച്ചു ഉമ്മൻചാണ്ടി, ക്രിസ്ത്യൻ നേതാക്കൾ, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെയാണ്. മറ്റു പല നേതാക്കളെ അവർക്ക് ഭയമാണ്. കാരണം ഒരു ന്യൂനപക്ഷ പാർട്ടിയാണ്, 2% ഉള്ളതുകൊണ്ട് ഞങ്ങൾ RSS എതിർക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അവർക്കുണ്ട്. അത് ഇന്നത്തെ മറ്റ് കോൺഗ്രസ് അല്ലെങ്കിൽ നേതാക്കൾക്കുണ്ട്. ഇല്ല പറയാൻ പറ്റില്ല. അപൂർവ പേര് മാത്രമാണ് RSS എതിർക്കുന്നുള്ളൂ. അതൊരു വശമാണ്. അങ്ങനെ ഇപ്പോൾ എന്നാൽ ഈ കാള വാലുവയ്ക്ക് എന്നത് അറിയാൻ പറ്റും, പശു വാലുവയ്ക്ക് അറിയാൻ പറ്റില്ല. 2 സംഖ്യ ഒന്നുമില്ല. അന്തോണി സാറ് ഡൽഹി രാഷ്ട്രീയം കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്ന് ഒതുങ്ങി ഇരുന്നത് ചാടാൻ വേണ്ടിയത്. ചാടാൻ വേണ്ടി പുള്ളി പറഞ്ഞറിയുമോ, KPC ഓഫീസ് എനിക്കൊരു മുറിയുണ്ട്, ഞാൻ ഇനിയും അതെല്ലാം സജീവമാകും. എൻ്റെ പൊന്ന് ആന്റണി സാറേ, കോൺഗ്രസ് നേതാക്കളിൽ കേരളം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന അല്ലെങ്കിൽ അകന്നു പോയിട്ടുള്ള ഒരാളുടെ നിങ്ങൾ മാത്രമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് ഈ കോൺഗ്രസ് സഹായിക്കുമെന്ന് അതിനെ BJP-യിൽ കേരളത്തിൽ കൂടി ഒത്തിരി കൊടുക്കില്ലേ? വളരെ വ്യക്തമായിട്ട് പറയണം. കാരണം കോൺഗ്രസ് ഈ പരുവത്തിലാക്കി. മകനെ കൊണ്ട് ഈ BJP-ക്ക് പിന്നെ ദക്ഷിണ വെച്ച്, ഭാര്യയെ കൊണ്ട് അവിടെ പോണ്ടി പള്ളിയിൽ പോലെ നടയെത്തി. എന്നിട്ട് ഭാവി എന്താ പറഞ്ഞത്?
അങ്ങനെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടി, മോനെ വിട്ടാൽ BJP പോയാൽ വലിയ ഇത് എവിടെ മോനെ പേരുകൾ കേൾക്കാനുണ്ടോ? നിങ്ങളുടെ കാര്യം അതൊക്കെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് അയച്ച് 2 മണ്ഡലത്തിൽ 1 നിങ്ങൾ മുഖ്യമന്ത്രി ശേഷം അടുത്ത ഇലക്ഷൻ്റെ ഭരണം പോയത് ഉമ്മൻചാണ്ടി ഭരണം കളഞ്ഞ പോലെ അത് 2 പേരും കളഞ്ഞാൽ മതി. ഉമ്മൻചാണ്ടിക്ക് എന്താ വെച്ചാൽ ഇപ്പം മരിച്ച ആളെ കുറിച്ച് പറയാൻ പാടില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അന്ന് ഉമ്മൻചാണ്ടി ഭരണത്തിൽ എന്തായിരുന്നു കുഴപ്പം? പക്ഷേ ഭരണം കിട്ടിയാൽ സുധീറിനോ അല്ലെങ്കിൽ രമേശോ മുഖ്യമന്ത്രി ഇയാൾ ആ പെണ്ണ് കേസ് നടക്കേണ്ടി വരും. അത് പോകാൻ പറ്റുമോ? കർണാടക വെല്ലുന്ന പിന്നെ യുക്തിയല്ല, കുബുദ്ധിയുള്ള ആളാണ് ഉമ്മൻചാണ്ടി. അദ്ദേഹം അത് തകർത്ത് കളഞ്ഞു. അതിൽ ആന്റണി 2 കാര്യം. ഒന്ന്, ആന്റണിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുള്ള ഒരു RSSകാരൻ ഉന്നത സ്ഥാനം കൊടുത്തിട്ട് അയാൾ പോലീസ് ചലിച്ച് കൊല്ലത്തുള്ള കിള്ളി എന്ന സ്ഥലത്ത് മുസ്ലിം ഭൂരിപക്ഷ കോളനിയാണ്, അവിടെ രാത്രി എന്ന് ബൂട്ട്സിട്ട് തട്ടിയൊക്കെ പൊളിച്ചപ്പോൾ അതൊരു കാരണം. മറ്റൊരു മെയിൻ കാരണം ചാരായ നിരോധനം വരുത്തി. കോൺഗ്രസ്സുകാരെ ഇനിയെങ്കിലും അല്പെങ്കിലും അവശേഷിക്കുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങൾ മനസ്സിലാക്കണം. UDF സംബന്ധിച്ച് കേരളത്തിൽ അടുത്ത ഇലക്ഷന് പരീക്ഷണത്തിന് പറ്റില്ല. ഒരു ആന്റണി ഒരു പരീക്ഷ നോക്കിയാൽ ഇന്ന് സമയമില്ല, ലാസ്റ്റ് ബസ്സാണത്. എന്താണ് ചാരായ നിരോധനം? ചാരായ നിരോധനം കൊണ്ട് നേട്ടമുണ്ടായത് കേരളത്തിലെ ഒരു പിടി അബ്കാരികൾക്കാണ്. അതിൽ ആന്റണി പറയും ഞാൻ നിരീശ്വരവാദിയാന്ന് പറയും. അതും അദ്ദേഹത്തിന് ഒരു തട്ടിപ്പാണ്, ചില രക്ഷപ്പെടാൻ മാർഗമാണ്. ഒരു നിരീശ്വരമൊന്നുമില്ല. അതിൽ കുറേ ക്രിസ്ത്യൻസിന് അബ്കാരികൾ നല്ല 90% ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട് പണക്കാരാണല്ലോ. അവർക്ക് കുറെ കോളി ഉണ്ടായി. നല്ല എന്ത് നേടി? 35 രൂപ അല്ലെങ്കിൽ 36 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കുപ്പി ചാരായം കളറ് ചേർത്ത് അതിനെ 350 രൂപയ്ക്ക്. ആ 35 രൂപയ്ക്ക് ചാരായം കിട്ടിയാൽ അന്ന് അവൻ്റെ പണിക്കൂലി എത്രയോ? 100 രൂപയുള്ള ദിവസക്കൂലി, വെറും 100 റുപ്പീസ്. 35 രൂപ, അത് മുട്ടക്ക് 5 രൂപ, 40 രൂപ, ബാക്കി 60 50 രൂപ അവന് വീട്ടിൽ കൊടുത്തും ഭാര്യയ്ക്ക് കൊടുക്കും, 10 രൂപയ്ക്ക് ബീഡി മുറുക്കാനോ വാങ്ങിക്കും. അങ്ങനെ സുഭിക്ഷമായിട്ട് സന്തോഷം കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നതാ. അതൊരു സുപ്രഭാതം അതങ്ങോട്ട് നിരോധിച്ചു. എന്നിട്ട് ഞാൻ കളർ കയറ്റി മാറി വിറ്റത് 350, 10 ഇരട്ടി കൂടി. അപ്പോൾ പണിക്കാർ ഞങ്ങൾക്ക് 500 വേണം, 1000 വേണം. അങ്ങനെ കുറേ ദിവസം പണിക്ക് വഹിക്കാതിരുന്ന്, കുറേ ദിവസം പണിക്കാർ പണിയാതെ പോയത് എല്ലാം കഴിഞ്ഞ് ഈ മിനിമം ചാർജ് കേരളത്തിൽ 10 പൈസ ആക്കിയിട്ടുണ്ട്. എൻ്റെ 70-75 പറ്റുമോ ആ സമയത്ത്, അല്ലെ എഡ്മിനും വേണം. ആ സമയത്ത് കുറേ ആഴ്ച ആൾക്കാർ കയറാതെ പേടിച്ചിട്ട് വാശി പിടിച്ച്. പക്ഷെ പിറ്റേ പോകാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ പോയി. അതുപോലെ ജോലിക്കാർ പണി ചെയ്യാൻ പോയി, ഉടമസ്ഥ വിളിച്ചു. അങ്ങനെയാണ് 1500 കൂലി വെക്കുന്നത്. എന്ത് നേടി? ആ ഒറ്റ കാരണം കൊണ്ടാണ് അന്ന് ഭരണം പോയത്. ഈ 2 കാരണം. അവിടെ എന്ത് ഉദ്ദേശിച്ച് ചാരായം നിരോധിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കോ കേരളത്തിലെ ചാരായ പ്രേമികൾക്കോ എന്ത് ഗുണമുണ്ടായി? ദൂഷ്യമല്ലാതെ. അപ്പം അതുപോലെ മണ്ടത്തരാണ്. ഇനിയിപ്പം വന്ന് ഞങ്ങൾ പീതാംബരക്കുറിപ്പല്ല, മാഷുണ്ട്. അദ്ദേഹം NCPയുടെ ആളാണ്, പണ്ട് SNDയുടെ ആളായത്. അത് കടന്നപ്പള്ളി രാമചന്ദ്രനും പുള്ളിയും പാച്ചും കോവാലും ഡൽഹിക്ക് പോക്കുക, അല്ലെങ്കിൽ അവിടെ പോക്കിയത്. അത് പുള്ളി പോയി. അപ്പോൾ പുള്ളി NCP ആയിരിക്കുമല്ലോ. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പോഴും ഇതൊക്കെ തുറന്ന് പറയാൻ പാടില്ലെങ്കിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെ നീ എന്നാ പറയുന്നത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 പേര് തർക്കം ഉണ്ടാക്കും. അവസാനം നിഷ്പക്ഷ സ്ഥാനത്തേക്ക് പുള്ളി അങ്ങോട്ടാകും. അങ്ങനെ 3-4 പ്രാവശ്യം പോയി. പിന്നെ പറ്റില്ല, ഇപ്പം ആളെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു എതിർപ്പുണ്ടായി 2-3 പേര് വെച്ചിട്ട് എന്നാൽ ശരി ഞാൻ വെണ്ണ പങ്കിട്ട് പോലെ ഞാൻ തൽക്കാലം നിങ്ങളാകും എന്ന് പറയിപ്പിക്കൽ പണ്ട് പുള്ളി നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പം അത് പറ്റൂല. ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കും. കാരണം വരുന്ന അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ നടക്കുന്ന വോട്ടിംഗ് പാറ്റേണിൻ്റെ രീതി പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഒരിക്കൽ കൂടി ഞങ്ങളുടെ പാർട്ടി പറയുകയാണ് മറ്റുള്ളൊരു അറിവിന് വേണ്ടി. അതെന്താ അറിയുമോ? 23% വരുന്ന ഈഴവ വിഭാഗത്തിൽ നിന്ന് 80% വോട്ടും LDFനാണ്. ഇത്തവണ 90% ആകും. കാരണം വീണ്ടും പിണറായി മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുണ്ടെങ്കിൽ അങ്ങനെ 90%. ബാക്കി 10% ആണ് മറ്റ് മുന്നണിക്ക് വോട്ട് ചെയ്ത്, BJPക്കും കോൺഗ്രസ്. അങ്ങനെ വരുമ്പോൾ കണക്ക് വേഗം പറയുകയാണ്. അങ്ങനെ വരുമ്പോൾ 100 ഈഴവന് വോട്ട് ചെയ്യുമ്പോൾ 1 ഈഴവൻ്റെ വോട്ടാണ് UDFന് കിട്ടുന്നത്. കണക്കാണ് ഉദ്ധരിക്കുന്നത്, പുള്ളാളിക്കല്ല. 10-60 വർഷക്കാലം ഈ ചരിത്രം ഇതൊക്കെ പഠിച്ചത് ഇതുപോലെ നിങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് മുസ്ലിമിനെ പോലെ നട്ടിൽ നിവർത്തി തല ഉയർത്തി പറയാൻ വേണ്ടിയാണ്. മുസ്ലിം പോലെ ചരിഞ്ഞുകൊണ്ട കാര്യമൊന്നുമില്ല, പരസ്യമായിട്ട് തല ഉയർത്തി നട്ടിൽ നിവർത്തി പറയാണ്. ഓരോട്ടം ഇട്ടത് നായർ വിഭാഗം. ഇന്നലെ ഞാൻ ഒരു നായർ സംസാരിച്ചാൽ 15%, 19%. ഇവിടെ 10% നായർ കേരളത്തിലെങ്കിൽ മൊത്തം 150% വരുമല്ലോ ഇപ്പോൾ കണക്ക് നോക്കുമ്പോൾ. 12% ഇപ്പോൾ 9% ഉള്ളൂ, അല്ലെങ്കിൽ 10% ഉള്ളൂ. അതാണ് ലേറ്റസ്റ്റ് കണക്ക്. ഞാൻ തർക്കം പറഞ്ഞില്ല. അതിൽ ഞാൻ വല്ല 50% കഴിഞ്ഞ പ്രാവശ്യം വരെ BJPക്കായിരുന്നു. ഇത്തവണ 70% വരും. അപ്പം അങ്ങനെ ഒരു 110 നായർ വോട്ട് ചെയ്യുമ്പോൾ ഒരു നായർ വോട്ട് UDF കിട്ടുന്നത്, കോൺഗ്രസ് കിട്ടുന്നത്.
ചുരുക്കി പറയണം, വേഗം പറയാം. പിന്നെ കിട്ടുന്നവരാണ് ക്രിസ്ത്യൻസ്. അന്തോണി ജാതിയില്ലെന്ന് പറയെങ്കിലും അന്തോടെ ക്രിസ്ത്യൻസ് ആകെ 2% ഇന്ത്യയിലുള്ളൂ. കേരളത്തിലുണ്ട് 15% ഉണ്ടെങ്കിൽ 5% കൺവെർട്ട് ക്രിസ്ത്യൻ പോലെ ബാക്കി 10%. അതിൽ ഏതൊരു 5 വോട്ട് 100 വോട്ടോ നിയമം 5 വോട്ട് കിട്ടും. ആർക്ക്? കോൺഗ്രസ്. ബാക്കി 3 വോട്ട് കമ്മ്യൂണിസ്റ്റും, 2 വോട്ട് BJPക്ക് പോകും. അത് 3-4 വോട്ട് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുപടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഓണത്തെക്കുറിച്ചൊക്കെ മുസ്ലിം ഒരു അധ്യാപിക പറഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് സമരം ചെയ്യാൻ പോകുന്നവർ അതിനേക്കാൾ മാരകമായിട്ട് അച്ഛന്മാർ പറഞ്ഞിട്ട് ഈ DYFക്കാരൊന്നും തെമ്മാടികളെന്ന് ചിലർ പറഞ്ഞവരെ കുറിച്ച് അവർ മിണ്ടുന്നില്ല. അങ്ങനെ 10 വോട്ട് കിട്ടാൻ വേണ്ടി. പിന്നെയുള്ളത് ദളിതുകളുടെ കാര്യം. ദളിതുകൾ 60% LDF അനുഭാവികളാണ്. അത് നിസ്സാര വോട്ട് കിട്ടുള്ളൂ. പിന്നെ 3% ധീവരസഭ പോലെയുള്ള വിശ്വകർമ്മ പോലെയുള്ള അവരുടെ വോട്ട് ഓരോ വോട്ട് കിട്ടും. ബാക്കി വോട്ട് ഇത്രയും കാലം കിട്ടിക്കൊണ്ടിരുന്നത് ഈ മുസ്ലിം ലീഗുകാർ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മുസ്ലിം ലീഗിനോട് വെറുപ്പുണ്ടായിട്ടില്ല, പേര് മാറ്റാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പറയണം ഈ 30-35% വരുന്ന 40% താഴെ എന്നാൽ RSS പറയുന്നത്, അല്ലെങ്കിൽ 10-30% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ടാണ്. അത് കേവലം 10% വോട്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നാളെ ഇത് കിട്ടിക്കൊണ്ടത്. അതിൽ വ്യത്യസ്തമായിട്ട് അറബിക് സർവകലാശാല തുടങ്ങാത്തതിൻ്റെ പേരിൽ വൈരാഗ്യം പിടിച്ച് മുസ്ലിങ്ങളിൽ ചെറിയൊരു ശതമാനം വോട്ട് LDF കൊടുത്തു UDF തോൽപ്പിക്കാൻ വേണ്ടി. അങ്ങനെ 12% വോട്ട് കഴിഞ്ഞ മുമ്പിലത്തെ അസംബ്ലി ഇലക്ഷൻ വരെ കിട്ടി. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷൻ വരെ അതും മാറിയത് മാത്രമല്ല, ഇപ്പോൾ മുസ്ലിം നാമധാരികളായ ഈ നിരീശ്വരവാദികളുടെ വോട്ടാണ് ഇപ്പോൾ CPM കിട്ടുള്ളൂ. അതായത് 3% വരെ തോറ്റു, ബാക്കിയില്ല. അപ്പം ബാക്കിയുള്ള ഒരു വോട്ട് പോലും BJP പോകുന്നില്ല. ബാക്കിയുള്ള 97% ആകെ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞാൽ 100 മുസ്ലിങ്ങൾ വന്ന് വോട്ട് ചെയ്യുമ്പോൾ 38-37 പേരും കിട്ടുന്നത് കോൺഗ്രസ്സാണ്. അങ്ങനെ UDF ജയിപ്പിക്കാൻ വേണ്ടി അശാന്ത പരിശ്രമം, രഹസ്യമായിട്ട് പരിശ്രമം ഈ സമുദായം ചെയ്യാണ്. അത് അവരുടെ നിലനിൽപ്പിന് പ്രശ്നമായതുകൊണ്ടാണ്. UDF തോറ്റാൽ വലിയ അപകടമുണ്ട്. അതൊക്കെ പല ഭാഷ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ അന്തോണിയെ പോലെ നിർഗുണനായ കഴിവില്ലാത്ത ആളെ കോൺഗ്രസ്സുകാരെ നിങ്ങൾ പറ്റിയും പതുക്കിയും സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കൾ വല്ല ശ്രമം നടത്തിയാൽ അള്ളാഹുവാണ് സത്യം എന്ന് പറയും, അല്ലെങ്കിൽ ദൈവമാണ് സത്യം, അല്ലെങ്കിൽ ജനങ്ങളെ സത്യം. നിങ്ങൾ വീടിന് തല കാണൂല. ആൾക്കാർ LDF ജയിപ്പിച്ചിടും. അങ്ങനെ ഒരു മണ്ട ചിന്തിക്കരുത്. വാസ്തവത്തിൽ ആന്റണിക്ക് എന്തെങ്കിലും കോൺഗ്രസിനോടും മലയാളികളോടും സ്നേഹം ഉണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് വഴി മാറി രാജിവെച്ച് മാറിയേക്കണ്ടേ വേണ്ട. വഴിമാറി വെറുതെ പറ്റാൻ പരസ്യമായിട്ട് പറയണം, ഞാൻ ഈ കോൺഗ്രസിൽ നിന്ന് തൽക്കാലം വിട്ടു നിൽക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ സാന്നിധ്യം കോൺഗ്രസ് കൊടുത്തേക്കാൾ ദൂഷ്യം ഉണ്ടാക്കുന്നത് മനസ്സറിഞ്ഞ് പറഞ്ഞ് അത് പറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി അദ്ദേഹം പാർട്ടിയിൽ തന്നെ മാറി നിൽക്കണം. അദ്ദേഹമാണ് ഇനി പാർട്ടി നയിക്കാൻ വേണ്ടി ഇവിടെ വരുന്നെങ്കിൽ സത്യം പറയുന്നു, അതോടെ തീർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിൽ പോലും. കാരണം കോൺഗ്രസിൽ പോരായികയുണ്ട്, പറഞ്ഞല്ലോ, പോരായികേ ഉള്ളൂ. ബീഹാറിലെ അബ്ദുൽ ഗഫൂർ മുഖ്യമന്ത്രിയായിരുന്നു, ജഗന്നാഥ് മിശ്ര മുഖ്യമന്ത്രിയായിരുന്നു. അഴിമതി കേസിൽ ലാലുവിനൊപ്പം ജഗന്നാഥ് മിശ്രയുടെ. പക്ഷെ ജഗന്നാഥ് മിശ്ര സവർണായതുകൊണ്ട് കോടതി അയാളെ വെറുതെ വിട്ട് ലാലുവിനെ അകത്തിട്ട്. ഇതൊക്കെയാണ് ഇന്ത്യയിലെ സംഭവങ്ങൾ. അതെന്താ ചെയ്ത്? എത്ര ഭൂരിപക്ഷം സംസ്ഥാനമായത് ബീഹാർ. അത് കൊടുത്താണ് 9.4% വോട്ടാണ് കഴിഞ്ഞ വർഷം കിട്ടിയത്. 240 സീറ്റിൽ 19 സീറ്റ്. ഈ അന്തോണിയിലെ 40% ഡൽഹിയിലുണ്ടായത്, കോൺഗ്രസ് നയിച്ചത്, സോണിയാഗാന്ധി ഉപദേശിച്ചത്. ഇത് എന്തു പറ്റി? 90% കോൺഗ്രസ്സുകാരുടെ ബീഹാറിൽ ഏതാനും വർഷങ്ങൾ കൊണ്ട് അത് 9% എത്തിച്ച്. ഇപ്പൊ കേരളം നന്നാക്കമാണ്. കേരളയിൽ നന്നാക്കാൻ ഉദ്ദേശം BJP കയ്യിലേക്ക് അധികാരം കൊടുക്കാൻ വേണ്ടി ചെലവഴിക്കുകയാണ്. കള്ളത്തിലുണ്ടതിൽ. അതിനും കേട്ട് അല്ലെങ്കിൽ തന്നെ കോൺഗ്രസ് നിർമ്മിക്കട്ടെ രാഷ്ട്രീയ നേതാക്കളുടെ അറിയോ എന്താ ഇപ്പൊ കേൾക്കുന്നത്? 2 പ്രാവശ്യം തോപ്പിട്ട് 3ാമത്തെ പ്രാവശ്യം ജയിക്കാൻ വേണ്ടി ശ്രമിച്ചു നിൽക്കുന്ന കോൺഗ്രസ് UDFും ജനങ്ങളും രാഹുൽ മങ്കൂട്ടത്തിൽ തീയില്ലാതെ പുകയുണ്ടാവുമോ? ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറയുന്നതാണ് ശരിയാകട്ടെ, സത്യം ഉണ്ടായിരിക്കട്ടെ, മറ്റ് പാർട്ടികൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ പകരം നമ്മൾ ചെയ്യുന്നുണ്ടോ? അതിനെക്കുറിച്ചാണ് ഇപ്പോൾ കാണുന്നത്. പാർട്ടിയിൽ എങ്ങനെ ആളുണ്ടാക്കി, ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കി, ബൂത്തിൽ വോട്ടുണ്ടാക്കി, വോട്ട് ചെയ്യിക്കാൻ ചിന്തിക്കേണ്ട സമയത്ത് ഇപ്പോൾ രാഹുലിനെ രക്ഷപ്പെടുത്താൻ വേണം ഒരു വിഭാഗം കള്ള കോൺഗ്രസ്സുകാർ, മറ്റ് കള്ള കോൺഗ്രസ്സുകാർ ഒരു വിഭാഗം അദ്ദേഹത്തെ ഒതുക്കാൻ എങ്ങനെ നോക്കുന്നുള്ള. ഇതെല്ലാം ചെയ്തിട്ട് എന്തെങ്കിലും അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യാനി വരും, നായർ വരും, ചോൻ വരും, മാപ്പിള വരും, ലേബരൊക്കെ വരും. എനിക്ക് വേണം, എൻ്റെ അവകാശമാണ്.
ഇനി എന്നെ എന്തുകൊണ്ട് നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിയില്ല ചോദിക്കുകയാണ്. 10, 20, 30, 40, 50 വർഷക്കാലം കോൺഗ്രസിന്റെ ലേബിൾ വെച്ച് കോടീശ്വര സുഖ രാജകുമാരിൽ നിന്ന് കൊടിക്കുന്നിലൊക്കെ പറയണം, എന്നെ നിങ്ങൾ എന്തുകൊണ്ട് KPC പ്രസിഡന്റ് ആക്കിയില്ല, എന്നെ നിങ്ങൾ എന്തുകൊണ്ട് ഒരു ദഹിജനെ എന്തുകൊണ്ട് അല്ല ഒരു ദളിതനെ മുഖ്യമന്ത്രി ആക്കിയില്ല? എടോ നിങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചേർന്നതൊക്കെ നിങ്ങൾ ആരാണ് ഇവിടെ? അല്ല അതുപോലെ 5, 8, 10 പ്രാവശ്യമാണ് ഈ കോൺഗ്രസ് കള്ളന്മാര് നേതാക്കളെ അവർ കുടുംബ സ്വത്താക്കുന്നത്. അതിനി പറ്റൂലെന്ന് 2 പ്രാവശ്യം അല്ല എനിക്ക് പറഞ്ഞാൽ മാക്സിമം വന്ന 3 പ്രാവശ്യം അതിൽ കൂടുതൽ ജയിച്ച ഒരാൾക്ക് സീറ്റ് കൊടുക്കരുത്. കൊടുത്താൽ തെറ്റാൻ ശരി, അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അധികാരത്തിൽ എത്തിക്കും ഒരായി കിട്ടിയിൽ പോലും. അതുകൊണ്ട് അഭ്യാസമൊന്നും കോൺഗ്രസ് എടുക്കരുത്. ഇത് നിർണായകമാണ്. ഇത് പരീക്ഷ സമയമില്ല. കേരളത്തിൽ UDF ജയിക്കേണ്ട കാലഘട്ടത്തെ അനിവാര്യതയാണ്. ഭാവി സുരക്ഷത്തെ അനിവാര്യതയാണ്. അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം ചെയ്യുന്ന MLA ആകാൻ വേണ്ടിയില്ല, ഈ സമാധാനമായ ഒരു അവസ്ഥ കേരളത്തിലുണ്ടാക്കാൻ വേണ്ടി. ഇന്നിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നത് എന്താണ് കേരളത്തെ സ്ഥിതി? മോറൽ വശാതെ, സെക്യൂരിറ്റി വിങ്ങാതെ എല്ലാം പോലീസ് വിങ്ങൊക്കെ എന്താ കാണിക്കുന്നത്? ഇനി അത് തുടർമാനം വന്നാൽ എന്തായിരിക്കും ഇവിടെ? പശ്ചിമബംഗാൾ പോലെ നശിച്ചു പോവില്ലേ? അതിനാണ് ഉള്ളുകൊണ്ടും അറിഞ്ഞും അറിയാതെ കോൺഗ്രസ് ചില നേതാക്കളും കമ്മ്യൂണിസ്റ്റ് ചില നേതാക്കളും അങ്ങനെ ഇത്തവണ എങ്ങനെയെങ്കിലും LDF കയറ്റി UDF LDF തകർത്ത് BJPക്ക് അധികാരത്തിൽ കയറാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഇത് സാധാരണ ചില ആൾക്കാർക്ക് മനസ്സിലാകില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. കണ്ണടിച്ച് ഇരുട്ടാക്കി ആവില്ല, കണ്ണടിച്ച് പാൽ കുടിച്ചാൽ അറിയില്ല എന്നുള്ള വിശ്വാസവും വേണ്ട. നിങ്ങൾ ചെയ്യുന്ന ഓരോ ചലനത്തിന് സൈഡ് എഫക്റ്റ്, പാർശ്വഫലം മനസ്സിലാക്കുന്നവർ കുറേ പേരിൽ ഇന്ത്യയിലുണ്ടെന്ന് മനസ്സിലാക്കണം, കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പം അന്തോണി സാറേ, ഞാൻ നിങ്ങൾക്ക് വ്യക്തിയാണ് എനിക്ക് യാതൊരു ഇഷ്ടവുമില്ല. നമ്മൾ ബന്ധമൊന്നുമില്ലല്ലോ, നേരിട്ട് ഒരു പ്രാവശ്യമേ കണ്ടുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ ഇനി നാട് നന്നാക്കാൻ ഇപ്പം കോൺഗ്രസിലേക്ക് വരല്ലേ? നിങ്ങൾ ഉള്ള കഞ്ഞി കുടിച്ച് വീട്ടിലിരിക്കി. ഇത്ര കോൺഗ്രസ് കിട്ടും ഭരണം കിട്ടട്ടെ, അത് നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾ വരുന്ന അപകടമാണ്. കാരണം നിങ്ങൾ ആ ഘട്ടമൊക്കെ കഴിഞ്ഞു. 40 വർഷം, മൊത്തം 17 വർഷം എന്തായാലും ഇന്ദിരാഗാന്ധിക്ക് ശേഷം 40 വർഷം നിങ്ങളാണ് ഡൽഹിയിൽ പോയിരുന്നത്. ആ നിങ്ങൾ ഇരുന്നിരുന്ന എല്ലാ സൗകര്യവും ഒപ്പിച്ച് BJP കയ്യിലേക്ക് ഭരണം കൊടുത്തിട്ട് പതൊക്കെ പോകുന്നില്ലേ? ഇനി കേരളത്തിൽ കൂടി BJP ഏൽപ്പിക്കാൻ മകനാണ് ഇവിടെ വിട്ടിട്ടുണ്ടല്ലോ. ഈയിടെ നിങ്ങളുടെ മകനെ BJPയുടെ ഉന്നത സ്ഥാനത്ത് നിങ്ങൾ ഇനി ആ കമ്മിറ്റി കോൺഗ്രസ് പാർട്ടി ഇലക്ഷൻ കമ്മിറ്റിയിൽ വന്നാൽ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കണോ? അതൊന്നും നിങ്ങൾ മനസ്സിലാക്കാത്തത്. അത്ര മണ്ടനാണ് നിങ്ങൾ. മണ്ടനെന്നറിയാം, പക്ഷെ വിഡ്ഢിയാകരുത്. മണ്ടനും വിഡ്ഢിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മണ്ടനായിക്കോ, പക്ഷെ വിഡ്ഢിയാകരുത്. ഇതിപ്പോൾ വിഡ്ഢിയാകല്ലേ? നിങ്ങൾ ഒരേ ഒരു മകനുണ്ടായതിന് BJPക്ക് നേർച്ച ചെയ്ത് ഭാര്യ കൊണ്ട് ഈ പള്ളി കൊണ്ട് ഈ നടയിരുത്തി, എന്നിട്ട് ഇപ്പം നിങ്ങൾ പറയണം ഞാനിപ്പോൾ ഇറങ്ങാം. ഏതാണ്ട് ചെറിയ സാധ്യത അകലെ കാണുന്നുണ്ട് കോൺഗ്രസ് UDFന്. അത് നിങ്ങളുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിസ്ത്യൻസ് കഴിവോ ഹിന്ദു കഴിവൊന്നുമില്ല. 40% വരെ മുസ്ലിങ്ങൾക്കൊരു ഒരു വിഷയമുണ്ട്. ഞാനല്ല പറഞ്ഞത്, സാധാരണ മുസ്ലിങ്ങളായിട്ടാണ്, എൻ്റെ കാര്യമല്ല. അവർക്കൊരു ഭയമുണ്ട്. കാരണം ഇന്ത്യയിൽ ഇത് നടക്കുന്ന തെമ്മാടിത്തരങ്ങൾ എത്ര, അത് കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി അവർ പശ്ചാത്തലം അവർക്ക് മന്ത്രിയാകാൻ വേണ്ടി MLA ആകാൻ വേണ്ടിയില്ല. അങ്ങനെ ചെയ്ത് അധികാരത്തിൽ കയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളെ കുറുക്കുവഴിയിൽ നിങ്ങൾ അധികാരം കയറാൻ നോക്കരുത്. നിങ്ങൾ ഒരു കാരണവശാലും കോൺഗ്രസിൽ പ്രവർത്തിക്കരുത്. നിങ്ങൾ കോൺഗ്രസിൽ മാറി നിൽക്കണം, അല്ലാതെ മന്ത്രിയാകുന്നതല്ല. മാറി നിൽക്കും, പ്രവർത്തിക്കുക വേണ്ട. ആ ഘട്ടമെല്ലാം കഴിഞ്ഞു. ഇനിയും നിങ്ങൾ കോൺഗ്രസിൽ ഏതെങ്കിലും നെറികെട്ട നേതാക്കൾ ഉള്ളുകൊണ്ടോ അറിഞ്ഞോ അറിയാതെയോ വാനണിയെ മുന്നിൽ നിർത്തി കളിക്കാണ്ട് പരിപാടിയെങ്കിൽ ഇപ്പോഴേ പറയുന്നു, ആ ഒരു സാധ്യതയില്ലെന്ന് മാത്രമല്ല, അത് അവസാനത്തിൻ്റെ ആരംഭം മാത്രമല്ല, അവസാനത്തിൻ്റെ അവസാനമായിരിക്കും. ബഹുമാനി, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ രാഹുൽ ഗാന്ധിയോട്, ഇവിടെ നിങ്ങളുടെ ബീഹാറിൽ സംഭവിച്ച പദയാത്രയിൽ അവിടെ ഏതെങ്കിലും മുസ്ലിം, ഈ 20% പരിധി വിഭാഗമുണ്ടല്ലോ, ഏതെങ്കിലും ഒരു മുസ്ലിമൻ പങ്കെടുത്തായിട്ട് പേരില്ല അറിയാലുണ്ടോ? നിങ്ങൾ വച്ചിട്ടുണ്ടോ? ഈ അഖിലേഷ് വെച്ചോ മറ്റോ വെച്ചോ യാദവ് വെച്ചോ? നിങ്ങൾ വോട്ട് ചെയ്യണം. 20% വോട്ട്, 99% വോട്ട് കൊടുത്തിരിക്കുന്ന ആൾക്കാൾ കോൺഗ്രസും മുന്നണിക്കുക. എന്നിട്ട് അവരിൽ നിങ്ങൾ എവിടെയെങ്കിലും കേരളത്തിൽ പോലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? അത് ചോദിക്കാൻ കഴിവില്ലാതെ ഇപ്പോൾ ഈ സമുദായത്തിന്.
കാരണം ഇത്രയും കഴിവുകെട്ട് വർഗമായി പോലും മുസ്ലിങ്ങൾ ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് ലജ്ജമാണ് ആ സമുദായത്തെക്കുറിച്ച് പറയുന്നത്. നിങ്ങളിവിടെ ശക്തരാണ്, നിങ്ങൾ കഴിവുണ്ട്. പക്ഷെ നിങ്ങൾ ആരുടെ കഴിവ് ആനക്കറിയില്ല എന്നുള്ളത് നിങ്ങളുടെ കഴിവ് നിങ്ങൾ മനസ്സിലാക്കില്ല. ഒരു കഴിവ് മെയിൻ കഴിവുള്ളതാണ് ലീഗാണ്. ലീഗിനെ സംബന്ധിച്ചാൽ അവർക്ക് സൈഡ് രണ്ടാം ഘട്ട ഉദ്ദേശിക്കുന്നവർ മെയിൻ ചിന്തയില്ല. അവർക്ക് ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ മുസ്ലിമിൻ്റെ പേര് മാറ്റി മുഖ്യധാരയിൽ വന്നെങ്കിൽ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയാകാൻ പാടില്ലേ? ആരും ചോദിക്കുമോ? നിങ്ങളൊരു ശക്തിയില്ലേ? നിങ്ങളിപ്പോഴും സദാശിവനെ കോൺഗ്രസ് കൂടെ എന്നാൽ കോൺഗ്രസ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അംഗീകരിക്കുക ഇപ്പോഴത്തെ കണ്ടീഷനിൽ മുസ്ലിം എന്ന പാർട്ടി പേരുള്ള പാർട്ടി കോൺഗ്രസ് ദേശീയ ലെവലിൽ അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിച്ചാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഇതൊന്നും മനസ്സിലാക്കാനുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഇല്ലാതെ പോയില്ലോ. അതാണ്. അല്ല, എന്നോട് എതിർ പറഞ്ഞ ചില നേതാക്കളോട് പറയാണ്, എനിക്ക് മുസ്ലിം ലീഗിനോട് യാതൊരു എതിർപ്പില്ല, ഒരു പാർട്ടിയോടും ഇല്ല. കാര്യങ്ങൾ നടക്കണം, വസ്തുനിഷ്ഠം എടുക്കണം, അത് നീതിയായിരിക്കണം, തുല്യ നീതിയായിരിക്കണം. ഈക്വൽ ജസ്റ്റിസ് പറയും, തുല്യ നീതി, ആഡിക്വറ്റ് റെപ്രസെൻറ്റേഷൻ. ഇതൊക്കെ ഒരു പോളിസിയാണ്, ഇതൊക്കെ ഫിലോസഫിക്കൽ വേർഡ്സാണ്. അതാ പറയുന്നത്. നിങ്ങൾക്കറിയാം നാളെ കോൺഗ്രസ് അല്ല മൊയ്തീൻ ഷാ. ഞാൻ മണ്ടനായിട്ട് അഭിനയിക്കും, ബട്ട് ഐ ആം നോട്ട് മാഡ്. ഞാൻ മണ്ടനല്ല, എനിക്കറിയാം. പക്ഷെ മണ്ടനെ അഭിനയിച്ചത് ഗുണം എന്നറിയോ? പിന്നെ കാര്യമായിട്ട് എതിർപ്പുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ വലിയ ആളെ തോന്നി ഉടനെ 100 എതിർപ്പുകൾ വരും. അത് അങ്ങനെ പറയാനുള്ള കഴിവ് എനിക്കില്ല, സമ്മതിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ വീട്ടിയാക്കല്ലേ, കോൺഗ്രസ് നേതാക്കളെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ, മറ്റ് നേതാക്കളെ, നിങ്ങൾ ഈ മുസ്ലിം നേതാക്കളെ, നിങ്ങൾ കുറച്ചുകൂടി പക്വതയായിട്ട് ദീർഘമായി ചിന്തിച്ച് ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ടും മുസ്ലിം ലീഗിനോട് എനിക്ക് യാതൊരു എതിർപ്പുമില്ല, ഒരു പാർട്ടിയോടുമില്ല. പക്ഷെ മുസ്ലിം ലീഗിൻ്റെ പേരും പറഞ്ഞ് നിങ്ങൾക്ക് നശിച്ച് പോകുന്നതിൽ ദുഃഖമാണ്. ഇന്ന് ഒരാൾ ഒരു കാര്യം ചോദിച്ചു, നിങ്ങളിതിനോട് മുസ്ലിങ്ങൾക്ക് ബാധിക്കുന്നതേ? എടോ, ഞാൻ ജനിച്ച സമുദായമാണ് മുസ്ലിം, ഇസ്ലാം മതം. ഞാനതിൽ അഭിമാനം കൊള്ളും. ഞാൻ ഇന്ത്യക്കാരാണെന്ന് പറയുമ്പോൾ തന്നെ അഭിമാനം കൊള്ളണമെങ്കിൽ മുസ്ലിം മതം പറയും. രണ്ടും ഒരുപോലെ അഭിമാനം കൊള്ളതാണ്. ആ നിലയ്ക്ക് ആ സമുദായം ഇങ്ങനെ തകർന്നും മറ്റുള്ള മുമ്പിൽ വാലാട്ടിയും ഓച്ചാട്ടി നിൽക്ക് കാണുമ്പോൾ ഞങ്ങൾ അളിയൻ ഡോക്ടർ കാര്യം പറഞ്ഞ ഞങ്ങളിപ്പോൾ ചിന്തിക്കുന്നവർക്ക് വിഷമുണ്ടെന്നേ. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞത്. അല്ല, നിങ്ങളെ തോൽപ്പിക്കാൻ നിൽക്കാനില്ല. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താൻ നിൽക്കും. ഒരായി നന്ദി. ജയ് ഹിന്ദ്.